Happy birthday to you. Happy birthday to you. Happy birthday, Appa. Happy birthday to you. നോയലെ വാ അങ്കിളെ 90, 91, 92, 93. നീ എന്തായി ചെയ്യുന്നത്? അല്ല അപ്പന എത്ര വയസ്സാന്നുണ്ടായിരുന്നു? നീ എങ്ങനെ എണ്ണണ്ടാ? ഇവൻ എന്തേ കാണിക്കുന്നേ? ഗുസ്തിക്ക് പോവാന്നാ തോന്നണേ. നീ അതെടുത്ത മതി റെഡി. സിമ്പിൾ. ഓക്കെ, സിനിമ പേരാണ്. ഏയ്, പേര് മനസ്സിലായല്ലോ. ഇനി അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, ചുണ്ടനക്കാൻ പാടില്ല. ഒള്ളിയാക്കി ടാലൻസ് പോരട്ടെ. പോട്ടെ. നീ നീയല്ലേ താൻ തോന്നി. ഇത് ഗ്രൂപ്പ് കളിയാണ്. ഗ്രൂപ്പ് കളിക്ക് ഞാനില്ല. വെറുതെ എല്ലാവരും കൂടെ നല്ലൊരു ദിവസമായിട്ട് അവനെ വിഷമിപ്പിക്കാതെ അങ്ങനെ നീ പറഞ്ഞു വേണ്ട. കൊടുക്ക് ചേച്ചി. അവരൊരു സത്യം പറഞ്ഞു വെച്ചാൽ നീ വിഷമിക്കണ്ട. പോടാ. രണ്ട് വാക്ക്. മിസ്റ്റർ ഫ്രോഡ്, ഞാൻ പറയാം. മുടിയനായ പുത്രൻ. എല്ലാരും കൂടെ കളിച്ചാൽ മോനെ. ഈ ചെറുക്കന്റെ ഒരു കാര്യം, റെഡിമെയ്ഡ് കട തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ ഉത്തരവാദിത്തമായെന്ന് തോന്നുന്നു. അവന്റെ കാര്യത്തിൽ ഇനി ആരും വേവലാതിപ്പെടണ്ട. അവനായിരിക്കും ഈ കുടുംബത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാൻ പോകുന്നത്. അതല്ലടോ, അവൻ ഒരു പുളിങ്കൊമ്പി കയറി പിടിച്ചിട്ടുണ്ട്. അളിയൻ അറിഞ്ഞോ ആവോ? ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടു. നേരാണോ? പിന്നല്ലാണ്ട് ഞങ്ങളിൽ ചിലര് അണിയറ ശില്പികളായിട്ട് ഒരു കളി കളിക്കുന്നുണ്ട്. ഏതായാലും സംഗതി റെയിൽമ കയറിയിട്ടുണ്ട്. ഇനിയൊക്കെ നമ്മുടെ യോഗഭാഗ്യം. ഏതായാലും എന്റെ മക്കൾക്ക് അപ്പനോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. ഇന്നത്തെ ഈ പാർട്ടി മുഴുവൻ മക്കടെ വകയാ. എല്ലാത്തിനും കാശി ചോദിക്കുന്ന പോലെ ഇതിനൊരൊറ്റ പൈസ എന്നോട് ചോദിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ ഇറക്കും മക്കളെ. നോക്കി കളിക്കണേ. ഞാനും വെട്ടും. അതെ, അപ്പന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ കാശ് മൊത്തം ചെലവാക്കിയ ഞാനാട്ടാ. അതിന് നീ കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ടുണ്ടാവല്ലോ. കൃത്യമായി കണക്ക് വെച്ചിട്ടുണ്ട്. ഇത്തവണ റെഡിമെയ്ഡ് ഷോപ്പ് ഇട്ട സ്ഥിതിക്ക് ജോമോന് ഷെയർ ഇടും. തൃശ്ശൂർ നസ്രാണികൾ പറയപ്പിക്കില്ലേ ചേച്ചി? ചില എത്ര വെച്ചാൽ പറ, ഞാൻ മൊത്തം കിട്ടേക്കാം. എന്റെ മോനെ അപ്പനെ അങ്ങനെ മൊത്തത്തിൽ സ്നേഹിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ അനുഭവിക്കണം. നീ കുറെ ഒറ്റയ്ക്ക് പൊട്ടിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആട്ടാ. അതുകൊണ്ട് നീ ഷെയർ ഇട്ടാൽ മാത്രം മതി. ഇനി ഇത് അപ്പന്റെ ചെവിയിൽ എത്തിച്ച കൊല്ലു ഞാൻ. കൊല്ലും. രാവണി, ജോമോന്റെ കട ക്ലിക്കായി കേട്ടോ. കണ്ടില്ലേ തിരക്ക്? കുറച്ചുകൂടി നേരത്തെ ചെയ്യണ്ടായിരുന്നു കേട്ടോ അതൊക്കെ. വാ, ഒന്ന് ഇറങ്ങി നോക്കാം. ഒരു ഷർട്ട് കൊടുക്കാം. അവനൊരു പ്രോത്സാഹനമാണ്. ശരി. അപ്പൊ ഓക്കെ. ഇത് പാക്ക് ചെയ്തു. രാവണി ഒരു ഷർട്ട് എടുത്തോളൂ. എനിക്ക് റെഡിമെയ്ഡ് ഒന്നും പറ്റണ. അപ്പൊ അടുത്ത ആഴ്ച രണ്ടുപേരും വരിക, അച്ഛനും അമ്മയായിട്ടും വരിക. ശരി, താങ്ക് യു. അത് 6114. ടോണി, ഇതിന്റെ ബില്ലിങ് തന്നെ ഇപ്പൊ തന്നെ പേ ചെയ്തേക്കാം. മകനായാലും അപ്പനായാലും കണക്ക് കണക്കായിരിക്കണം. അയ്യോ, സാർ ഇതിന് പേ ചെയ്യണ്ട. ഇത് സാറിന് എന്റെ വക ഒരു സമ്മാനമായിട്ടിരിക്കട്ടെ. അതെന്തിനാ ടോണി നിന്റെ വക? അല്ല, ഞാൻ കുറച്ചാൾ സാറിനോട് ജോലി ചെയ്തല്ലേ, അതുകൊണ്ട്. ജോമോനോടെ? ജോമോൻ ഇപ്പൊ വരാറില്ല. വരാറില്ലേ? ഒരു 15 ദിവസം മുമ്പ് ജോമോൻ ഈ കട എനിക്ക് വിറ്റു. നിനക്ക് വിക്കേ? എത്രക്കാ കച്ചവടം? 40 ലക്ഷം. 40 ലക്ഷത്തിനോ? കട തുടങ്ങാൻ 70 ലക്ഷത്തോളം ചെലവായത് നിനക്കറിയായിരുന്നില്ലേ ടോണി? 8 കൊല്ലം മുമ്പ് നീ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ നിന്റെ മുഖത്തൊരു സത്യം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാ നിന്നെ ഞാൻ ജോലിക്കെടുത്തത്. പക്ഷെ ഇപ്പോ അത് ജോമോൻ. കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് മുഖത്തേക്ക് നോക്കുമ്പോൾ നീ ഇങ്ങനെ പതറി നിൽക്കരുത് ടോണി. അവരുടെ വിശ്വാസം പോവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും നീ മിടുക്കനാ. നിന്റെ കച്ചവടം നന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. സർ, നന്ദില്ലാത്ത തന്നെ. നിർത്ത്. സ്റ്റോപ്പ്. പാടം നികത്തി കൺസ്ട്രക്ഷൻ നടത്തിയതിന് ഹൈക്കോടതി സ്റ്റേ ഓർഡറാ. കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ ക്ലിയറൻസ് വാങ്ങിയിട്ടില്ല.
അതിപ്പോ നമുക്ക് നമ്മളെ വർക്കുകളൊക്കെ തൽക്കാലം ചെക്കായിന്നല്ലേ ഉള്ളൂ. നമുക്ക് മേൽക്കോടതി പോന്നേ. അതൊന്നും പെട്ടെന്ന് നടക്കില്ല. വേണ്ട, പെട്ടെന്ന് നടക്കണ്ട, സാവധാനം നടക്കുമല്ലോ. അതുവരെ നമുക്ക് നമ്മളെ മറ്റുള്ള ബിസിനസ്സുകളായിട്ടാണ് മുന്നോട്ട് പോവാം. അല്ലാണ്ടെന്താ? കൺസ്ട്രക്ഷൻ നിന്നുപോയതല്ല എൻ്റെ ടെൻഷൻ. പിന്നെ അന്ന് ഡേവിഡിൻ്റെ ആ സ്ഥലം 15 ഏക്കർ കൂടി പെട്ടെന്ന് വാങ്ങേണ്ടി വന്നപ്പോൾ ഞാൻ ആ സ്വാമിയുടെ നിന്ന് കുറച്ച് കാശ് മറിച്ചിരുന്നു. അന്ന് സ്വാമി സഹായിച്ചു എന്ന് നീ എന്നോട് പറഞ്ഞിരുന്നു. സ്വാമി വെറുതെ സഹായിക്കൂ രാവണി. പിന്നെ സ്വാമി പലിശയുടെ ആളാന്ന് എനിക്കറിയാം. പക്ഷേ പ്രോജക്റ്റിന്റെ പകുതിയിൽ കൂടുതൽ അഡ്വാൻസായി വിറ്റുപോയപ്പോൾ നീ പറയുന്ന എൻ്റെ ആ കോൺഫിഡൻസ് കുറച്ചധികം കൂടിപ്പോയി. ചെറിയൊരു സമയത്തേക്കുള്ള റോളിംഗ് അല്ലേ എന്ന് കരുതി സ്വാമി ചോദിച്ച കൊളാറ്ററൽ സെക്യൂരിറ്റി എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടാ സ്വാമി എനിക്ക് കാശ് തന്നു. ടെക്സ്റ്റൈൽസും ട്രാൻസ്പോർട്ട് കമ്പനിയും മറ്റു സ്ഥലങ്ങളും എന്തിന്, ഇരിക്കുന്ന വീടും കാറും അടക്കം എല്ലാം ഇപ്പൊ സ്വാമിയുടെ പേരില്ല. നീ എന്ത് പോക്കിട്ടതേ കാണിച്ചു പിടിച്ചിട്ടേ? ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോ എന്നോടെങ്കിലും വാക്ക് ചോദിക്കാറില്ല എനിക്ക് അല്ലേ? നീ ഒരിക്കലും സമ്മതിക്കില്ലെന്നറിയായിരുന്നു. മക്കളോട് പോലും ഞാൻ ആലോചിച്ചില്ല. മാറല്ലേ പറഞ്ഞത്? എവിടെ എന്താണ്? എന്തിനാ സാറേ വിൻസെന്റ് കൊണ്ടോണ്? ഫ്ലാറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് പണം വാങ്ങി ആളെ പറ്റിച്ച് ആക്ഷൻ എടുക്കട്ടെ. അതിന് അതിന്റെ ഉടമസ്ഥന്റെ പേരിലല്ലേ ആക്ഷൻ എടുക്കുന്നുണ്ട്. ഞാൻ രാവുണ്ണി, ചെറുപറമ്പിൽ മാധവൻ മകൻ രാവുണ്ണി. ആ സ്ഥലം എന്റെ പേരില്ല. ഞാൻ ആ പ്രൊജക്ടിന്റെ ഉടമസ്ഥൻ. ഈ അതിന്റെ കടലാസൊക്കെ ഒന്ന് സാറിന്റെ അടുത്ത് കാണിച്ചോട്ടെ. സാർ രാവണി, നീ ധൈര്യമായിട്ടിരിക്കട. ഞാനകത്തായാലെന്താ? നീ പുറത്തു തന്നെ ഉണ്ടാവണം. നല്ല കാര്യങ്ങളൊക്കെ നടക്കും. ധൈര്യമായിട്ടിരിക്കും.